നാം ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് തറാവീഹ്, വിത്ർ നിസ്കാരങ്ങളുടെ പരിപൂർണമായ രൂപം, നിസ്കാരങ്ങൾക്കിടയിൽ ചെല്ലേണ്ട ദിക്റുകൾ, ദുആകൾ എല്ലാം നമുക്ക് വിശദമായി പരിശോധിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, തറാവീഹ് നിസ്കാരം വലിയ പുണ്യമുള്ള, വലിയ ശ്രേഷ്ഠതയുള്ള, വലിയ മഹത്വമുള്ള, ഒരുപാട് പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്ന നിസ്കാരമാണ്. ആരും നഷ്ടപ്പെടുത്തി കളയരുത്. റമദാൻ മാസം പ്രധാനമായും അത് 30 ദിവസവും, നോമ്പുള്ള എല്ലാ ദിവസവും എന്ത് ചെയ്യുക, നിർവഹിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുക. തറാവീഹ് നിസ്കാരം 20 റക്അത്താണ്. അത് ഈ 2 റക്അത്തായിട്ടാണ് നിർവഹിക്കേണ്ടത്. ഓരോ 2 റക്അത്ത് നിർവഹിക്കുക, സലാം വിട്ടുക, അങ്ങനെ 20 പൂർത്തീകരിക്കുക. ഇനി ആദ്യം തറാവീഹ് നിസ്കാരത്തിന്റെ നിയ്യത്ത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പരിപൂർണമായ നിയ്യത്ത് എന്ന് പറയുന്നത് ഉസല്ലി സുന്നത്ത തറാവീഹി റക്അത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല എന്നതാണ് പരിപൂർണമായ നിയ്യത്ത്. ഇനി ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ മഅ്മൂമിങ്ങൾ എന്ന് പറയണം, മഅൽ ഇമാമി എന്നുകൂടെ ഈ നിയ്യത്തിൽ ഉൾപ്പെടുത്തുക. ഇമാമാണെങ്കിൽ ഇമാമൻ എന്നുകൂടെ എന്ത് ചെയ്യുക, പറയുക. ഇനി മലയാളത്തിൽ 2 റക്അത്ത് തറാവീഹ് നിസ്കാരം അള്ളാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് ഞാൻ നിർവഹിക്കുന്നു, എന്ത് ചെയ്യുക, നിയ്യത്ത് വെക്കുക. ജമാഅത്തായിട്ടാണെങ്കിൽ ഇമാമായിക്കൊണ്ടും എന്നും മഅ്മൂമികൾ ഇമാമോട് കൂടെ എന്നും എന്ത് ചെയ്യുക, നിയ്യത്ത് വെക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടിയതിനു ശേഷം പിന്നെ എന്ത് ചെയ്യണം, വജ്ജഹത്തു നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുവരണം. വജ്ജഹത്ത് വലിയ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്, വലിയ മഹത്വമുള്ള ഒരു സുന്നത്താണ്. വജ്ജഹത്തു പരിപൂർണമായി നമുക്ക് സാധാരണ ചൊല്ലാറുള്ള, അത് പരിപൂർണമായിട്ട് ചൊല്ലുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഖൈർ ദുആഉൽ ഇസ്തിഫ്താഹ്. അല്ലെങ്കിൽ അത് പരിപൂർണമാക്കുന്നില്ലെങ്കിൽ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്, ശ്രദ്ധിക്കുക, സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് എന്ന് പറഞ്ഞാൽ വജ്ജഹത്തു ചൊല്ലിയ ആ പ്രതിഫലം നമുക്ക് കിട്ടുമെന്ന് ഫുഖഹാക്കൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ചൊല്ലുക, ഒന്നും ചൊല്ലാതിരിക്കരുത്. ഇനി ഒരാൾ വജ്ജഹത്ത് മറന്നുകൊണ്ട് ഔദു ബിസ്മി ഓതി ഫാത്തിഹയിലേക്ക് പ്രവേശിച്ചാൽ വീണ്ടും വജ്ജഹത്ത് എന്ത് ചെയ്യരുത്, അത് ചൊല്ലേണ്ട ആവശ്യമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ 2 റക്അത്ത് നിർവഹിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ സാധാ പോലെ ഫാത്തിഹ ഓതുക, പിന്നെ സൂറത്ത് നമുക്ക് ഇഷ്ടമുള്ള സൂറത്ത് പാരായണം ചെയ്യാം. നമുക്കറിയുന്ന സൂറത്ത് ആവർത്തിച്ചുകൊണ്ട് പാരായണം ചെയ്തുകൊണ്ടൊന്നും കുഴപ്പമില്ല. വദ്ദുഹ മുതൽ നാസ് വരെ ഒന്നെങ്കിലും എന്ത് ചെയ്യാം, പാരായണം ചെയ്യാം. അല്ലെങ്കിൽ അലന്തറ മുതൽ നാസ് വരെ എന്ത് ചെയ്യാം, ആവർത്തിച്ച് 10 സൂറത്തുകൾ ആവർത്തിച്ച് എന്ത് ചെയ്യാം, പാരായണം ചെയ്യുക. എങ്ങനെയും ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ അത്തഹിയാത്തിന്റെ ഇരുത്തം എന്ന് പറയുന്ന അവസാനത്തെ അത്തഹിയാത്തിന്റെ ഇരുത്തമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് അത്തഹിയാത്ത് ഓതിയതിനു ശേഷം സ്വലാത്ത് കൊണ്ടുവരണം. ഇബ്രാഹിമിയ സ്വലാത്താണ് ഏറ്റവും പുണ്യം. അതിന് സമയമുള്ളവർ അതൊന്ന് കൊണ്ടുവരിക. അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് എന്ന് പറഞ്ഞാലും സുന്നത്ത് നമുക്ക് കരസ്ഥമാകും. എന്നിട്ട് അതിനുശേഷമുള്ള അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു എന്നുള്ള പ്രാർത്ഥന പ്രത്യേകം സുന്നത്തുണ്ട്. അതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെടുത്താതിരിക്കുക. ആ പ്രാർത്ഥന മുഅക്കദായ സുന്നത്താണ്. അത് ഒഴിവാക്കൽ എന്താണ്, കറാഹത്താണ്. അങ്ങനെ അത് ഒഴിവാക്കാതിരിക്കാൻ ആ പ്രാർത്ഥനയുടെ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു എന്നുള്ള ആ പ്രാർത്ഥനയിലെ അവസാന ഭാഗമുണ്ടല്ലോ, ആ ദുആയിലെ അവസാനത്തെ ഭാഗത്ത് ഒരു നല്ല ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ എന്നുള്ള ആ പ്രാർത്ഥന എന്ത് ചെയ്യുക, അത് കൊണ്ടുവരിക ഈ ദുആയിന് പകരം. അപ്പൊ എന്ത് ചെയ്യും, ആ ഖറാഅത്ത് ഒഴിവാവുകയും ആ സുന്നത്തിന്റെ പ്രതിഫലം നമുക്ക് കരസ്ഥമാകുകയും ചെയ്യും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് 2 റക്അത്ത് കഴിഞ്ഞാൽ സലാം വീട്ടിക്കഴിഞ്ഞാൽ ജമാഅത്തായി നിസ്കരിക്കുന്നവരാണെങ്കിൽ ഇമാമ് ഫദ്ലൻ മിനല്ലാഹി വ നിഅമ എന്ന് പറയുക. മഅ്മൂമികൾ എല്ലാവരും കൂടെ ഒരുമിച്ചുകൊണ്ട് വ മഗ്ഫിറതൻ വ റഹ്മ എന്നുകൂടെ പറയുക. അത് ഓരോ ഈ 2 റക്അത്തിലും എന്ത് ചെയ്യുക, ഇത് പറയുക. ഇനി ഒന്നും ചൊല്ലാതെ 2 റക്അത്ത് കഴിഞ്ഞ് എണീറ്റ് നിന്നുകൊണ്ട് വീണ്ടും 2 റക്അത്ത് നിസ്കരിച്ചാലും കുഴപ്പമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് 4 റക്അത്ത് നിർവഹിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ സാധാ പോലെ 2 റക്അത്ത് നിർവഹിച്ചു, സലാം വീട്ടി, വീണ്ടും 2 റക്അത്ത് നിർവഹിച്ചു, സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഉറക്കെ സല്ലു അലൻ നബി മുസ്തഫ മുഹമ്മദിൻ വ ആലി എന്ത് ചെയ്യുക, പറയാം. സല്ലു അലൻ നബി മുസ്തഫ മുഹമ്മദിൻ വ ആലി എന്ന് പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിന മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി എന്ന് എന്ത് ചെയ്യാം, 3 തവണ പറയുക. എന്നിട്ട് വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നെന്ത് ചെയ്യാം, പറയാം. അതിനുശേഷം നമ്മൾ റമളാനിൽ നിത്യമായി ചൊല്ലാറുള്ള ആ ദുആ, ആ ദിക്ർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ എന്നെന്ത് ചെയ്യാം, അത് 3 തവണ പറയുക. എന്നിട്ട് അല്ലാഹുമ്മ റഹ്മനി യാ റഹ്മർ റഹീമീൻ എന്ന് 3 തവണ ആദ്യത്തെ പത്തിൽ. രണ്ടാമത്തെ പത്തിൽ എന്ത് ചെയ്യും, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്നാക്കുക.
ഇനി മൂന്നാമത്തെ പത്തിൽ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ വദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നെന്ത് ചെയ്യുക, ഓരോ പത്തിലും വ്യത്യാസം വരും. 3 തവണ വെച്ചിട്ട് എന്ത് ചെയ്യുക, പറയുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഓരോ 4 റക്അത്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ഇത് കൊണ്ടുവരണം. സ്വല്ലു അലൻ നബി മുസ്തഫ മുഹമ്മദിൻ വആലി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഈ ദിക്റുകൾ ഓരോ 4 റക്അത്തിലും കൊണ്ടുവരിക. അങ്ങനെ 20 റക്അത്ത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ സലാം വീട്ടിയിട്ട് ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഞാൻ സ്ക്രീനിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ അതൊന്ന് വായിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ ഇന്ന ലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി ശഹർ റമളാൻ ഉതഖാഅ വതുലഖാഅ വഖുലസാഅ വഉമനാഅ മിനൻ നാർ ഇജ്അൽനാ മിൻ ഉതഖാഇക വതുലഖാഇക വഖുലസാഇക വഉമനാഇക മിനൻ നാർ. അത് എന്ത് ചെയ്യാ, ചൊല്ല. ഈ ദുആ എന്ത് ചെയ്യാ, പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഇന്ന ലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി മുദൽ വഉമനാഇക മിനൻ നാർ എന്ത് വരെ 3 തവണ പറയൽ. എന്നുവരെ 3 തവണ പറയൽ പ്രത്യേക മഹത്വമുണ്ട്. ഇനി അങ്ങനെ പറഞ്ഞില്ല എന്ന് കരുതി കുഴപ്പമില്ല. എന്നിട്ട് ജഅൽനാ യാ ഇലാഹനാ യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു മിനസ് സുഅദാഇൽ മഖബൂലിൻ വലാ തജഅൽനാ മിനൽ അഷ്ഖിയാഇൽ മത്റൂദിൻ എന്നെന്ത് ചെയ്യാ, പ്രാർത്ഥിക്കുക. നമുക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥനകൾ ഇനി ഇതിന്റെ കൂടെ എന്ത് ചെയ്യാം, ആവർത്തിച്ചു കൊടുക്കാം, എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, വിത്തർ നിസ്കരിക്കണം. വിത്തർ റമളാൻ മാസത്തിൽ ജമാഅത്ത് സുന്നത്തുണ്ട്. എല്ലാത്തപ്പോൾ ജമാഅത്ത് പ്രത്യേകം പുണ്യമില്ല. അത് പ്രത്യേകം മനസ്സിലാക്കുക. വിത്തർ എന്ത് ചെയ്യാ, ഇനി തറാവിയെ കഴിഞ്ഞ് ദുആക്ക് കഴിഞ്ഞ് നിയ്യത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഔതിറു റഹ്മക്കുമുല്ലാഹ് എന്നത് ഉറക്കെ പറയാം. എന്നിട്ട് സല്ലു അലൻ നബി മുസ്തഫ മുഹമ്മദിൻ വആലി എന്ന് പറഞ്ഞിട്ട് നമ്മൾ തറാവിയിൽ ഓരോ 4 റക്അത്തിന് ശേഷം ചൊല്ലുന്ന ആ ദുആകൾ ഉണ്ടല്ലോ, ആ ദിക്റുകൾ ഉണ്ടല്ലോ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി എന്നത് 3 പ്രാവശ്യം പറയുക. വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊരു തവണ. എന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത അഊദു ബിക മിനൻ നാർ എന്നെന്ത് ചെയ്യാം, 3 തവണ പറയുക. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീം ആദ്യത്തെ 10 ആണെങ്കിൽ 3 തവണ. അങ്ങനെ ഓരോ 10 വ്യത്യാസം വരും. നമുക്കറിയാവുന്ന ദിക്റുകളാണ്. അതൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആദ്യം 3 റക്അത്താണ് വിത്ർ നിസ്കരിക്കേണ്ടത്. ആദ്യം 2 റക്അത്ത് നിസ്കരിക്കുക. അതിന്റെ നിയ്യത്ത് എന്ന് പറയുന്നത് ഉസല്ലി സുന്നത്തുൽ വിത്രി റക്അതൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. ഇമാമോട് കൂടെയാണെങ്കിൽ മഅൽ ഇമാമി, ഇമാം ആയിക്കൊണ്ടാണെങ്കിൽ ഇമാമൻ എന്നെന്ത് ചെയ്യാ, കരുതുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മലയാളത്തിലെ നിയ്യത്ത് 2 റക്അത്ത് വിത്ർ നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി. ഇമാമോട് കൂടെയാണെങ്കിൽ ഇമാമോട് കൂടെ ഞാൻ ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് നിർവഹിക്കുന്ന എന്ത് ചെയ്യാം, നിയ്യത്ത് വെക്കുക. ഇനി ഇമാം ആയിക്കൊണ്ടാണെങ്കിൽ ഇമാം ആയിക്കൊണ്ട് എന്നും കരുതുക. എന്നിട്ട് ആദ്യത്തെ റക്അത്തിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല സൂറത്തുൽ അഅല പാരായണം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കാഫിറൂൻ സൂറത്തുൽ കാഫിറൂൻ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ത് ചെയ്യാ, അതും പാരായണം ചെയ്യുക. പിന്നെ സാധാ പോലെ നിസ്കരിച്ച് സലാം വിട്ടുക. സലാം വിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു റക്അത്ത് എന്ത് ചെയ്യണം, നമ്മൾ വിത്ർ നിസ്കരിക്കണം. അതിന്റെ നിയ്യത്ത് ഉസല്ലി സുന്നത്തുൽ വിത്രി റക്അതൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. ഇമാമോട് കൂടെയാണെങ്കിൽ മഅൽ ഇമാമി, ഇമാം ആയിക്കൊണ്ടാണെങ്കിൽ ഇമാമൻ എന്നെന്ത് ചെയ്യാ, കരുതുക. ഒരു റക്അത്ത് വിത്ർ നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് കൊണ്ട് ഞാൻ നിർവഹിക്കുന്നു. ഇമാം ഉണ്ടെങ്കിൽ ഇമാമോട് കൂടെ എന്നും, ഇമാമാണെങ്കിൽ ഇമാം ആയിക്കൊണ്ട് എന്നും കരുതുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് സലാം വീട്ടിക്കഴിഞ്ഞാൽ ഒരു റക്അത്ത് അതിൽ നാം ഓതേണ്ട സൂറത്തുകൾ, ആ റക്അത്തിൽ ഓതേണ്ട സൂറത്തുകൾ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ് എന്നീ സൂറത്തുകളാണ് നമ്മൾ ഓതേണ്ടത്. അത് ഓതി കഴിഞ്ഞ് സാധാ പോലെ നിസ്കരിച്ച് സലാം വീട്ടിക്കഴിഞ്ഞാൽ സുബ്ഹാന മലിക്കുൽ ഖുദ്ദൂസ് എന്നെന്ത് ചെയ്യാ, 3 തവണ പറയാം. സുബ്ഹാന മലിക്കുൽ ഖുദ്ദൂസ്, സുബ്ഹാന മലിക്കുൽ ഖുദ്ദൂസ് എന്നെന്ത് ചെയ്യാ, 3 തവണ പറയുക. എന്നിട്ട് ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി എന്ന് പറഞ്ഞതിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ 10 തവണ ചൊല്ലുക. അത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം പ്രത്യേകം ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഞാൻ സ്ക്രീനിൽ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ ഇന്നാ നഊദു ബിറിളാക മിൻ സുഖ്തിക വബിമുആഫാതിക മിൻ ഉഖൂബതിക വബിക മിൻക ലാ നുഹ്സി സനാ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക ഫലകൽ ഹംദു ഹത്താ തറല്ലാഹ് എന്നെന്ത് ദുആ ചെയ്യുക. അത് 3 തവണ പറയുന്നുണ്ടെങ്കിൽ പറയാ. അത് നമുക്ക് ഇഷ്ടമുള്ള ദുആകൾ എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ അറിയില്ല എന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദുആ ചെയ്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു 10 സലാത്ത് കൂടെ ചൊല്ലി എന്ത് ചെയ്യുക, വിത്ർ നിസ്കാരം അവസാനിപ്പിക്കുക. എല്ലാം പരിപൂർണമായി കഴിഞ്ഞു. ഇതാണ് പരിപൂർണമായ വിത്റിന്റെയും അതുപോലെ തന്നെ തറാവീഹിന്റെയും രൂപം എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾക്ക് വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.